ലീഗ് നെഹ്റു പറഞ്ഞതുപോലെ ചത്ത കുതിരയായി കഴിഞ്ഞു. 1957 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രചരണത്തിന് വന്ന ജവഹർലാൽ നെഹ്റുവാണ് അന്ന് മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന രീതിയിൽ അധിക്ഷേപിച്ചത്, അല്ലെങ്കിൽ അതികഠിനമായി വിമർശിച്ചത്. അന്ന് ലീഗിന്റെ പ്രതാപകാലമായിരുന്നു. ഇന്ന് ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം അധികാരത്തിലേക്ക് എത്താൻ എന്ത് കുറുക്കുവഴിയും സ്വീകരിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലെത്തിയപ്പോൾ മേനോൻ മുഖ്യമന്ത്രിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി അവർ ഈ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ മതം പ്രചരിപ്പിച്ചു, മതം കലക്കി ഒരു വൻ വിജയം UDF-ന് നേടിക്കൊടുത്തു. UDF-ന് നേടിക്കൊടുത്തതിന് ശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലീഗിനെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ചത്ത കുതിരയാക്കുന്ന അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കാരണമുണ്ട്. 102 സീറ്റ് അധികാരത്തിൽ വരാൻ കാരണം കേരളത്തിൽ ന്യൂനപക്ഷ വികാരം ആളിക്കത്തിപ്പിക്കാൻ ലീഗ് മൗദൂദിയെയും സുഡാപ്പികളെയും എല്ലാം കൂടെ നിർത്തിക്കൊണ്ട് 10 വർഷം അധികാരത്തിന് പുറത്തു നിന്ന ലീഗിന് അധികാരം കൂടിയേ തീരൂ. അതിന് നേരെ ചൊവ്വെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ അട്ടിമറിക്കാൻ അവർ മതവികാരം ഉണർത്തിവിട്ടു. അതിനുവേണ്ടി ഭരിച്ചിരുന്നവരുടെ പേരിൽ സംഘി ചാപ്പകുത്താൻ എന്തിനും ഏതിനും മതം പറഞ്ഞു. ആ മതം പറഞ്ഞ് കേരളത്തിൽ മതവികാരം ഉണർത്തിവിട്ട് ലീഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് വൻ വിജയം നേടിക്കൊടുത്തു. ആ വിജയം ഒടുവിൽ ലീഗിനെ കേരള രാഷ്ട്രീയത്തിലെ ചത്ത കുതിരയാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നെഹ്റു അന്ന് പറഞ്ഞത് വരും കാലങ്ങളിൽ ലീഗിന് സംഭവിക്കാൻ പോകുന്ന ഒരു റിയാലിറ്റിയെ കുറിച്ചാണ്. ആ നാവ് പൊന്നായിരിക്കുന്നു. ഇന്നിപ്പോ മേനോൻ മുഖ്യമന്ത്രി സഭയിൽ 22 അംഗങ്ങളുമായി ലീഗ് ഒപ്പമുണ്ട്. ഉണ്ടെന്നേ ഉള്ളൂ, ഒരു കാര്യമില്ല, ഒരു തീരുമാനവും മേനോൻ അങ്ങുന്നയോട് ചെന്ന് പറയാൻ ലീഗിലെ നേതാക്കന്മാർക്ക് കഴിവില്ലാത്തൊരവസ്ഥയായി, അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം അവരെ ദുർബലരാക്കി. പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് പോടെ എന്ന സമീപനത്തിലേക്ക് മേനോൻ എത്തിയപ്പോൾ ലീഗുകാർക്ക് വരുന്ന 5 വർഷം കാലിപ്പിടിച്ച് കിടക്കേണ്ട ഗതികേടിലേക്ക് വന്നു. പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ ചത്തതുപോലെ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിലവിൽ ലീഗ് എന്ന് പറയുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് കേരള രാഷ്ട്രീയത്തിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞ ഒരു കാര്യത്തിൽ പോലും ഉറച്ചു നിൽക്കാൻ പറ്റാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാവ്യവൽക്കരിക്കാൻ വേണ്ടി, അത് ഉന്നത വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസമായിക്കോട്ടെ, അവർ സംഘപരിവാറിന് എങ്ങനെയാണോ സതീശൻ ഞങ്ങൾ രാജ്യത്താകമാനമുള്ള കോൺഗ്രസ്സുകാരെല്ലാം PM ശ്രീയെ അംഗീകരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു വന്നവർ പറ്റുമെങ്കിൽ കൂടെ നിന്നോളൂ, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടെ, ഇത് കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം, 80 സീറ്റിന്റെ ഭൂരിപക്ഷം ഇനിയും ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ചത്തതുപോലെ വെന്റിലേറ്ററിൽ കിടന്നതിന് ശേഷം കിട്ടുന്നതൊക്കെ വാങ്ങി ഞണ്ണിയിട്ട് അനങ്ങാതെ കിടക്കുക. ഒരു മുരൾച്ച പോലും അതിനകത്തുണ്ടായിക്കഴിഞ്ഞാൽ ചെവി തൂക്കിയെടുത്ത് വെളിയിൽ കളയുന്നൊരവസ്ഥ. ഒന്ന് ആലോചിക്കണേ. പാരമ്പര്യമുള്ള ഒരു പാർട്ടിക്ക് വന്ന അധപ്പതനം. സംഘപരിവാർ മനസ്സുള്ള ഒരു വ്യക്തിയെ അധികാര കേന്ദ്രത്തിൽ കൊണ്ടുവരികയാണ്. എന്തിന്റെ പേരിൽ? അയാളാണ് റിയൽ മതേതരനാണത്രേ. മേനോന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അയാൾ സംഘപരിവാറിനെതിരെ എവിടെയെങ്കിലും ഒരിടത്ത് ശക്തമായ ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഒരിടത്തും കാണാൻ കഴിയില്ല. ഇവൻ രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും കറുത്ത ദിനമെന്ന് പറഞ്ഞ് തടിയൂരിപ്പോയ ആ വ്യക്തിയാണ്. ശാഖയ്ക്കകത്ത് അദ്ദേഹം പോയി ഗോൾവാൾക്കർ ജന്മശതാബ്ദി ദിനത്തിൽ തിരികൊളുത്തിയ വ്യക്തിയാണ്. സംഘികളുടെ ഭാരതാംബയ്ക്കും ഗോൾവാൾക്കറിന്റെ മുന്നിൽ തൊഴുതു വണങ്ങിയ വ്യക്തിയാണ്. ആ വ്യക്തി വന്ന ഉടനെ ഒരു മുഖ്യമന്ത്രി അറിയാതെ കേന്ദ്രത്തിന്റെ സംഘി ഗവർണർ ഈ നാട്ടിൽ യോഗാ ദിനം നടത്താൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോഴും ഒരു ഞെരുക്കം പോലും ഇല്ലാതെ ചത്ത കുതിരയെപ്പോലെ ലീഗ് ഒപ്പം കിടക്കുന്നുണ്ട്. ഒരഭിപ്രായവുമില്ലാതെ, തിരിച്ചൊരു വാചകം പറയാൻ ശേഷിയില്ലാതെ. ഇന്നലകളിൽ അറബിക്കടലിൽ PM ശ്രീ പദ്ധതി എറിയുമെന്ന് പറഞ്ഞവർ, ഉറുദു അറബ് ഭാഷകളെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി തേച്ചു മാച്ച് കളയാനായിട്ട് തയ്യാറായി കഴിഞ്ഞവരെ മുട്ടിലഴഞ്ഞ് മേനോൻ സതീശൻ തൃപ്തിപ്പെടുത്താൻ നിൽക്കുമ്പോൾ അധികാര കസേര മോഹം കൊണ്ട് മതവികാരം ഉണർത്തി എല്ലാ സഹായം ചെയ്തവരെ ചത്ത കുതിരയാക്കി ഒപ്പം കിടത്തിക്കൊണ്ട് അവരെ കൊണ്ട് സംഘപരിവാറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചു കൊടുക്കുമ്പോൾ ഒടുവിൽ K സുരേന്ദ്രന്റെ പരിഹാസം പോലും തെളിയിക്കുന്നുണ്ട് ലീഗ് വെറും ചത്ത കുതിരയായി. ലീഗിന്റെ വടച്ച തമ്പുരാന് ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ ഈ PM ശ്രീ കേരളത്തിൽ നടപ്പാക്കിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മലയാളികളുടെ ആകെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുക. ലീഗുകാരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞല്ലോ ഭഗവാനെ. അതാണ് അതിന്റെ കാര്യം. ഈ ശംസുദ്ദീനെ കൊണ്ട് തന്നെ
കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാൻ കഴിയുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനെല്ലാം ആരാണ് അവസരമുണ്ടാക്കി കൊടുത്തത്? ഫ്രീസായി നിൽക്കുന്ന ഒരു പദ്ധതിയെ ഞാൻ ഓണാക്കി പണം വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ പണമാണ് മുഖ്യം ബിഗിലെ, അല്ലാതെ നിലപാടുകളല്ല, ആശയങ്ങളല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അതിന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പറഞ്ഞത് ഈ വാചകവും കൂടി നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. അവര് എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിടും. അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കേട്ടല്ലോ. അപ്പോ ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിൽ ഇന്നിപ്പോ സംഘപരിവാറിന്റെ ശാഖയിൽ പോയി നിന്ന് കേരളത്തിൽ RSSന് ഭരിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തതിന് ശേഷം ആ മന്ത്രിസഭയിൽ ലീഗിനെ ചത്ത കുതിരയെ പോലെ കൊണ്ടു നടക്കുന്ന കോൺഗ്രസിലെ മേനോൻ വിസ്മയം കണ്ടിട്ട് ഈ നാട്ടിൽ മതവികാരം ഉണർത്തിക്കൊടുത്തതിൽ ലീഗിന് പശ്ചാത്തപിക്കേണ്ട അവസ്ഥ വരികയാണ്. ഈ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ചത്ത കുതിരയാക്കി ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ലീഗ് എന്ന കാലഹരണപ്പെട്ട പാർട്ടി സ്വയം എടുത്ത് എറിയപ്പെടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നേ.